ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് റൗണ്ട് നെക്കിൻ്റെ കട്ടിങ്ങും അതുപോലെ ക്രോസ് പീസ് ഉപയോഗിച്ച് പൈപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഇടാൻ മറക്കല്ലേ കേട്ടോ. ആദ്യം നമുക്ക് റൗണ്ട് നെക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കഴുത്തിൻ്റെ വീതി 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കഴുത്തിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാൻ വേണ്ടി ഈ ഒരു അളവ് എടുത്തുവെന്നേ ഉള്ളൂ. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതൊന്ന് സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കാം. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ റൗണ്ട് നെക്ക് കാണിക്കാമോ എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കണം. അതിനായിട്ടൊരു എളുപ്പ വഴിയുണ്ട്. ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ളൊരു പാത്രം എടുക്കുക. ഞാൻ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് പേപ്പർ ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാത്രം ഇതുപോലെ വെക്കുക. കറക്റ്റായിട്ട് 2 സൈഡും വരുന്ന പോലെ വെക്കണം. കണ്ടോ, ഇതുപോലെ വെച്ചതിന് ശേഷം അതൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. കറക്റ്റ് റൗണ്ടായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടോ, നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തുണിയിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം തുണിയിൽ വെച്ച് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് തെറ്റിപ്പോവില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ ചെറിയൊരു പീസ് തുണിയിലാണ് കാണിക്കുന്നത്. കട്ട് ചെയ്ത പേപ്പർ ഇതുപോലെ എടുത്തിട്ട് മുകളിൽ വെച്ച് കറക്റ്റാക്കിയതിന് ശേഷം നമുക്ക് വരച്ചു കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു ചുരിദാറിൻ്റെ നെക്ക് തയ്ക്കണമെങ്കിൽ അതിന് ലൈനിങ്ങോ അതുപോലെ ക്യാൻവാസോ ഇല്ലാതെ ക്രോസ് പീസ് ഉപയോഗിച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് റൗണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു കളറിലാണ് തുണി എടുത്തിരിക്കുന്നത്. കണ്ടോ, ക്രോസ് പീസ് വെട്ടുമ്പോൾ ഇങ്ങനെ വരുന്ന ഭാഗം നമുക്ക് എപ്പോഴും ക്രോസ് പീസിനായിട്ട് എടുക്കാൻ പറ്റില്ല. ഇതുപോലെ ക്രോസ് ആയിട്ട് കിടക്കുന്ന ഭാഗം, അതായത് ഇതുപോലെ വലിക്കുകയാണെങ്കിൽ വലിഞ്ഞു വരും. അപ്പോൾ ആ ഭാഗമാണ് നമുക്ക് ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് വീതിയിൽ അളന്നെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരൊറ്റ പീസാണ് ക്രോസ് പീസായിട്ട് എടുക്കുന്നത് കേട്ടോ. 1 ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുക്കുന്നത്. 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വീതിയിലെടുക്കാം. ഞാനിവിടെ 1 ഇഞ്ച് വീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1 ഇഞ്ച് വീതി തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ചെയ്യുമ്പോൾ ഒരു ഭാഗം വീതി കൂടിയും അതുപോലെ ഒരു ഭാഗം വീതി കുറവായിട്ട് തോന്നും. അതുകൊണ്ട് കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിന് മുകളിലൂടെ ഒന്നുകൂടെ വരച്ചു കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. തുണി കുറച്ചുകൂടെ നീളമുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ പീസിൽ തന്നെ കിട്ടും. നീളമില്ലെങ്കിൽ തുണി പീസാക്കി കട്ട് ചെയ്ത ശേഷം നമുക്ക് ജോയിൻ ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. എനിക്കിവിടെ ഒരൊറ്റ പീസിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ ക്രോസ് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്കിൽ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തുണിയുടെ ചീത്ത വശമാണ്. ചീത്ത വശത്ത് നിന്ന് വേണം നമുക്ക് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ക്രോസ് പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ ഇതുപോലുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ 2ആയിട്ട് മടക്കുക. എന്നിട്ട് തുണിയുടെ ചീത്ത വശത്ത് ഇതുപോലെ മുകളിൽ വയ്ക്കണം. മുകളിൽ വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ക്രോസ് പീസിനായിട്ട് എടുത്തിട്ടുള്ള തുണി 2ആക്കി മടക്കുക. എന്നിട്ട് തുണിയുടെ ചീത്ത വശത്തിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പതുക്കെ പതുക്കെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ.
ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു പീസിൽ കാണിക്കുന്നത്. അപ്പോൾ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ബാലൻസ് വരുന്ന തുണി കട്ട് ചെയ്ത് കളയാം. കണ്ടോ? ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് കറക്റ്റാക്കിയിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റിച്ചിൽ തട്ടാതെ വേണം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തട്ടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റിച്ച് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് തുണിയുടെ തയ്യൽ തുമ്പും ഈ ഭാഗവും മുകളിലത്തെ ആ ഭാഗവും ഒപ്പം വരുന്ന രീതിയിൽ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മുകളിലൂടെ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചീത്ത വശത്തിൻ്റെ മുകളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ? ഇനി നമുക്ക് ഈ തുണി നല്ല വശത്തേക്ക് വയ്ക്കണം. കണ്ടോ? ഇതുപോലെ, അതായത് ഈ ഭാഗം ഉള്ളിൽ പോകത്തക്ക വിധത്തിൽ ഇതുപോലെ നല്ല വശത്തേക്ക് തിരിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ ആ നേരത്തെ ചെയ്തതിൽ തയ്യൽ തുമ്പുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പുറത്ത് കാണാൻ പാടില്ല. കാരണം ഇത് നല്ല വശമാണ്. അപ്പോൾ ആ തുണിയൊന്നും പുറത്ത് കാണാൻ പാടില്ല. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത ശേഷം വേണം നല്ല വശത്തേക്ക് തിരിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നെക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും 2-3 തവണ ചെയ്ത് കഴിയുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ബ്ലൗസിലാണെങ്കിലും അതുപോലെ കുട്ടികളുടെ ഉടുപ്പ്, സ്ലീവ്, ഇതിലൊക്കെ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. കണ്ടോ? ഞാനിവിടെ അയൺ ചെയ്ത് കൊടുത്തു. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്